ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിൽ കണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് OTT പ്ലാറ്റ്ഫോമുകളെയും അതുപോലെ തന്നെ ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളെയും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കീഴിൽ OTT പ്ലാറ്റ്ഫോമുകളെയും അതുപോലെ തന്നെ ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളെയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. OTT എന്നുള്ളത് ഓവർ ദ ടോപ്പിന്റെ ഷോർട്ട് ഫോം ആണ്. OTT പ്ലാറ്റ്ഫോമുകൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാർ തുടങ്ങിയവയൊക്കെയാണ് OTT പ്ലാറ്റ്ഫോമുകൾ. അപ്പൊ ഈ OTT പ്ലാറ്റ്ഫോമുകളെയും അതുപോലെ തന്നെ ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളെയൊക്കെ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ പ്രകാശ് ജാവ്ദേക്കർ തന്നെയാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയവും നിലവിൽ കൈകാര്യം ചെയ്യുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ സ്കോർപിയൻ ഗണത്തിൽപ്പെടുന്ന അന്തർവാഹിനിയാണ് INS വഗീർ എന്നുള്ളത്. അപ്പോ 2020 നവംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനിയാണ് INS വഗീർ എന്നുള്ളത്. നാവികസേന മേധാവി ആരാണ്? അഡ്മിറൽ കരംബീർ സിംഗ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് 2020 നവംബർ 13 നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചിംഗ് ആൻഡ് റിസർച്ച് ഇൻ ആയുർവേദ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലെ ജാംനഗറിലാണ്. അപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചിംഗ് ആൻഡ് റിസർച്ച് ഇൻ ആയുർവേദ നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ജാംനഗറിലാണ്. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ നിലവിൽ വരുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. അപ്പോൾ 2020 നവംബറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ നിലവിൽ വരുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചിംഗ് ആൻഡ് റിസർച്ച് ഇൻ ആയുർവേദ നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ജാംനഗറിലാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് മുംബൈ ആസ്ഥാനമായുള്ള ടാറ്റ മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ച ഒരു COVID-19 പരിശോധനാ സംവിധാനത്തെ പറ്റിയാണ്, ഒരു ടെസ്റ്റിംഗ് സംവിധാനത്തെ പറ്റിയാണ്. അതിന്റെ പേര് ചെക്ക് എന്നാണ്. CRISPR Cas9 ടെക്നോളജിയിൽ അധിഷ്ഠിതമായ COVID-19 പരിശോധനാ സംവിധാനമാണ് ചെക്ക്. അപ്പോൾ വികസിപ്പിച്ചിരിക്കുന്നത് ടാറ്റ മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ലിമിറ്റഡ് ആണ്. ടാറ്റ മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് പ്രശസ്ത ബോളിവുഡ് നടി കിയാര അദ്വാനിയെ പറ്റിയാണ്. പ്രമുഖ ഭക്ഷ്യ ബ്രാൻഡായ പ്രിയ ഗോൾഡിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് 2020 നവംബറിൽ നിയമിതയായിരിക്കുകയാണ് കിയാര അദ്വാനി. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ബജാജ് മോട്ടോഴ്സിന്റെ MDയും CEOയുമായ ശ്രീ വികാസ് ബജാജിനെ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ ഫോർജിംഗ് ഇൻഡസ്ട്രി AIFIയുടെ പ്രസിഡന്റായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അപ്പോ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ ഫോർജിംഗ് ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റായിട്ട് 2020 നവംബറിൽ നിയമിതനായിരിക്കുന്നത് ആരാണ്? ബജാജ് മോട്ടോഴ്സിന്റെ MDയും CEOയുമായ വികാസ് ബജാജ് ആണ്. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ ഫോർജിംഗ് ഇൻഡസ്ട്രിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു മണി ട്രാൻസ്ഫർ സംവിധാനമാണ്, ഒരു ഇൻസ്റ്റന്റ് മണി ട്രാൻസ്ഫർ സംവിധാനം. അതിന്റെ പേര് പേ ഔട്ട് ലിങ്ക്സ് എന്നാണ്. 2020 നവംബർ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് Paytm ആരംഭിച്ച ഇൻസ്റ്റന്റ് മണി ട്രാൻസ്ഫർ സംവിധാനമാണ് പേ ഔട്ട് ലിങ്ക്സ് എന്നുള്ളത്. Paytmന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ നോയിഡയിലാണ്. Paytmന്റെ ഫൗണ്ടർ ആൻഡ് CEO വിജയ് ശേഖർ ശർമ്മയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. മുംബൈ ആസ്ഥാനമായുള്ള സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഒരു എക്സ്പോർട്ട് ഗ്രൂപ്പിനെ നിയോഗിക്കുകയുണ്ടായി. ഷെയർ ബേസ്ഡ് സ്റ്റാഫ് ബെനിഫിറ്റ്സിനെ കുറിച്ച് പരിശോധിക്കുന്നതിനാണ് ഇങ്ങനൊരു എക്സ്പേർട്ട് ഗ്രൂപ്പിനെ സെബി നിയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ എക്സ്പേർട്ട് ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ശ്രീ സന്ദീപ് ഭഗത്. അപ്പോ ഓർമ്മിച്ചു വയ്ക്കുക, ഷെയർ ബേസ്ഡ് സ്റ്റാഫ് ബെനിഫിറ്റ്സിനെ കുറിച്ച്, അതിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് പരിശോധിക്കുന്നതിനായിട്ട് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, മുംബൈ ആസ്ഥാനമായുള്ള സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നിയോഗിച്ച എക്സ്പേർട്ട് ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ശ്രീ സന്ദീപ് ഭഗത്. സെബിയുടെ ആസ്ഥാനം മുംബൈയിലാണെന്ന് നമ്മൾ പറഞ്ഞു. സെബിയുടെ നിലവിലെ ചെയർമാൻ ശ്രീ അജയ് ത്യാഗിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻഷുറൻസ് പോളിസിയെ പറ്റിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ച COVID-19 ഇൻഡിവിജ്വൽ COVID-19 ലൈഫ് ഇൻഷുറൻസ് പോളിസി, അതിന്റെ പേര് കോവിഡ് ഷീൽഡ് എന്നാണ്. ഈ ഇൻഷുറൻസ് പോളിസി ആരംഭിച്ചിരിക്കുന്നത് എഡിൽവെയ്സ് ടോക്കിയോ ലൈഫ് ഇൻഷുറൻസ് ആണ്. മുംബൈ ആസ്ഥാനമായുള്ള എഡിൽവെയ്സ് ടോക്കിയോ ലൈഫ് ഇൻഷുറൻസ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻഡിവിജ്വൽ COVID-19 ലൈഫ് ഇൻഷുറൻസ് പോളിസി ആരംഭിച്ചിരിക്കുന്നത്. ആ പോളിസിയുടെ പേരാണ് കോവിഡ് ഷീൽഡ് എന്നുള്ളത്, കോവിഡ് ഷീൽഡ് പ്ലസ് എന്നുള്ളത്. എഡിൽവെയ്സ് ടോക്കിയോ ലൈഫ് ഇൻഷുറൻസിന്റെ MD ആൻഡ് CEO ശ്രീ സുമിത് റായ് ആണ്. എഡിൽവെയ്സ് ടോക്കിയോ ലൈഫ് ഇൻഷുറൻസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്.
അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ്. ഫെർട്ടിലൈസേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ FAIയുടെ FAI ഗോൾഡൻ ജൂബിലി അവാർഡ് 2020 FAI ഗോൾഡൻ ജൂബിലി അവാർഡ് ലഭിച്ചിരിക്കുന്നത് തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് ഡയറക്ടറായ ഡോക്ടർ KS സുബ്രഹ്മണ്യനാണ്. അപ്പോ 2020 FAI ഗോൾഡൻ ജൂബിലി അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ഡയറക്ടറായ ഡോക്ടർ KS സുബ്രഹ്മണ്യനാണ്. FAI ഫെർട്ടിലൈസർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. നിലവിലെ ഡയറക്ടർ ജനറൽ സതീഷ് ചന്ദ്ര. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിനമാണ് ധന്വന്തരി ജയന്തി. നമ്മൾ ആയുർവേദ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്നാണത്? നവംബർ മാസം 13 തീയതിയാണ്. അപ്പോൾ നവംബർ മാസം 13 ധന്വന്തരി ജയന്തി നമ്മൾ ആയുർവേദ ദിനമായിട്ടാണ്, ആയുർവേദ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേ ആണ് ലോക പ്രമേഹ ദിനം, വേൾഡ് ഡയബറ്റീസ് ഡേ. നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? നവംബർ മാസം 14 തീയതിയാണ്. 2020 വേൾഡ് ഡയബറ്റീസ് ഡേയുടെ അല്ലെങ്കിൽ ലോക പ്രമേഹ ദിനത്തിന്റെ പ്രമേയം ദ നേഴ്സസ് ആൻഡ് ഡയബറ്റീസ് എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രമേയം തീർച്ചയായിട്ടും നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, ഡേറ്റ് കൂടെ ഓർമ്മിക്കുക. ലോക പ്രമേഹ ദിനം നവംബർ 14, 2020 പ്രമേയം ദ നേഴ്സസ് ആൻഡ് ഡയബറ്റീസ് എന്നാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പുസ്തകങ്ങളാണ്. അതിലൊന്ന് ഒരു ആത്മകഥയാണ്. അതിന്റെ പേര് ഐ ആം നോ മിസയ എന്നാണ്. പ്രശസ്ത ബോളിവുഡ് താരം സോനു സൂദിന്റെ ആത്മകഥയാണ് ഐ ആം നോ മെസിയ എന്നുള്ളത്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ 151 ജന്മവാർഷികത്തോടനുബന്ധിച്ച് നേപ്പാളി ഭാഷയിൽ പുറത്തിറങ്ങിയ ഒരു പിക്ടോറിയൽ ആന്തോളജിയാണ് മൈലെ ബുജേക്കോ ഗാന്ധി എന്നുള്ളത്. അപ്പോ അത് നേപ്പാളി നെയിമാണ്. ഗാന്ധി ആസ് ഐ അണ്ടർസ്റ്റുഡ് എന്നുള്ളതാണ് അതിന്റെ ഇംഗ്ലീഷ് നെയിം. അപ്പോ ഗാന്ധിജിയുടെ 151 ജന്മവാർഷികത്തോടനുബന്ധിച്ച് നേപ്പാളി ഭാഷയിൽ പുറത്തിറങ്ങിയ പിക്ടോറിയൽ ആന്തോളജിയാണ് മൈലെ ബുജേക്കോ ഗാന്ധി. അതുപോലെ പ്രശസ്ത ഹിന്ദി സാഹിത്യകാരനായ ഗുൽസറിനെ കുറിച്ചുള്ള പുസ്തകമാണ് ബോസ്കിയാന. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് രാധാകൃഷ്ണ പ്രകാശനാണ്. അപ്പോൾ പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ ഗുൽസറിനെ കുറിച്ച് 2020 നവംബറിൽ പുറത്തിറങ്ങിയ പുസ്തകമാണ് ബോസ്കിയാന. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് രാധാകൃഷ്ണ പ്രകാശനാണ്. അതുപോലെ മറ്റൊരു പുസ്തകമാണ് ഇൻസോമിനിയ ആർമി സ്റ്റോറീസ്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് രചന ബിഷ്ത് റാവത്താണ്. അപ്പോൾ ഇൻസോമിനിയ ആർമി സ്റ്റോറീസ് എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് രചന ബിഷ്ത് റാവത്താണ്. മറ്റൊരു പുസ്തകമാണ് തവാസ്മി ലൈഫ് ആൻഡ് സ്കിൽസ് ത്രൂ ദ ലെൻസ് ഓഫ് രാമായണ എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് രണ്ടുപേരാണ്, റെല്ലാബന്തി ശ്രീരാമ ചക്രധറും അതുപോലെ അമര ശാരദ ദീപ്തിയും ചേർന്നിട്ടാണ് തവാസ്മി ലൈഫ് ആൻഡ് സ്കിൽസ് ത്രൂ ദ ലെൻസ് ഓഫ് രാമായണ എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത്. ഇനി ഒരു വിയോഗമാണ്. 2020 നവംബറിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനും അതുപോലെ തന്നെ കാർട്ടൂൺ കഥാപാത്രമായ സ്കൂബിഡൂവിന്റെ സഹസൃഷ്ടവുമായ വ്യക്തിയാണ് കെൻ സ്പിയേഴ്സ്. അപ്പോ പ്രമുഖ അമേരിക്കൻ എഴുത്തുകാരനും അതുപോലെ തന്നെ കാർട്ടൂൺ കഥാപാത്രമായ സ്കൂബിഡൂവിന്റെ സഹസൃഷ്ടാവുമായ കെൻ സ്പിയേഴ്സ് അന്തരിച്ചിരിക്കുകയാണ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആയിട്ട് ചോദിക്കുന്നത്. ഹൗ ടു ബി എ റൈറ്റർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ സ്ക്രീനിന്റെ ടോപ്പിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ കണ്ട് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് 2020 നവംബറിൽ കേരള മാനേജ്മെന്റ് അസോസിയേഷന്റെ ടെക്നോളജി ലീഡർഷിപ്പ് അവാർഡിന് അർഹനായത് ആരാണെന്നുള്ളത്. നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. പക്ഷെ അതിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ടെക്നോളജി ലീഡർഷിപ്പ് അവാർഡിന് അർഹനായിരിക്കുന്നത് ADGP ആയ മനോജ് എബ്രഹാം IPS ആണ്. ലീഡർഷിപ്പ് അവാർഡിന് അർഹനായിരിക്കുന്നത് LICയുടെ ചെയർമാനായ MR കുമാറാണ്. നമുക്കത് മാറിപ്പോണ്ട. ടെക്നോളജി ലീഡർഷിപ്പ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മനോജ് എബ്രഹാം IPSനാണ്. ലീഡർഷിപ്പ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് MR കുമാറാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ആണ്. ഡെയിലി കറന്റ് അഫയേഴ്സിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.